ലളിതാ സഹസ്രനാമത്തിൽ 72ാമത്തെ നാമമാണ് ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത എന്നുള്ളത്. ഇതിൻ്റെ ചുരുക്കത്തിൽ അർത്ഥം ഇങ്ങനെയാണ്: ഭണ്ഡസൈന്യത്തിൻ്റെ വധത്തിൽ ശക്തിസേനകളാണ് ഭണ്ഡസൈന്യത്തെ സംഹരിക്കുന്നത്. ആ പ്രവൃത്തിയിൽ ശക്തി വിക്രമഹർഷിത, ഈ ശക്തിസേനയുടെ വിക്രമത്തിൽ ഹർഷിതയാണ് ദേവി എന്നാണ് അർത്ഥം. ഒരു ഭാഗത്ത് പല അക്ഷൗഹിണി സേനകളും പല സേനാനായകന്മാരും വന്നു പൊരുതി. അവരൊക്കെ നിസ്സാരമായിട്ട് സമ്പത്കരീ ദേവിയും അശ്വാരൂഢയും മന്ത്രിണിയും ദണ്ഡനാഥയും നകുലി മുതലായ ദേവതകളൊക്കെ നശിപ്പിച്ചു. ആ വിക്രമത്തിൽ അത് മാത്രമല്ല, എണ്ണമറ്റ സേനകളാണ് യുദ്ധം ചെയ്യുന്നത്. അവർക്കൊക്കെ ജയത്തിൻ്റെ മുകളിൽ ജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭണ്ഡാസുരന് വെച്ചടി പുറകോട്ട് എന്നുള്ള രീതിയിൽ പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തിയിൽ ശക്തി വിക്രമഹർഷിത, ഈ ശക്തിസേനയുടെ വിക്രമത്തിൽ, പരാക്രമത്തിൽ ദേവി ഹർഷിതയാണ്, സന്തുഷ്ടയാണ് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഭണ്ഡാസുരൻ ബഹിർമുഖമായിട്ടുള്ള വൃത്തിയുടെ ഒരു പ്രതീകമാണ്. എണ്ണമില്ലാത്ത എല്ലാ കാമക്രോധലോഭ മത മാത്സര്യ രാഗാദികളുടെയൊക്കെ പ്രതീകമാണ് ഭണ്ഡാസുരൻ. അയാളുടെ സൈന്യത്തിലുള്ളവരും അതുപോലെ തന്നെ. ആ വൃത്തികൾ കണക്കില്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്നു. അവരെയൊക്കെ അന്തർമുഖ വൃത്തികൾ, എപ്പോഴും സാധകന്മാർ അന്തർമുഖരായിരിക്കും. അവർ പുറത്തുള്ള കണക്കുകൂട്ടലുകളൊന്നും വലിയ വിദഗ്ധരായിക്കൊള്ളുന്നില്ല. ലൗകിക വ്യവഹാരങ്ങളിൽ അവർ വളരെ സമർത്ഥരായിക്കൊള്ളുന്നില്ല. അവർ ചിലപ്പോൾ ജീവിതത്തിൻ്റെ വ്യാവഹാരിക തലത്തിൽ ഒരു പക്ഷേ അത്ര വൻ വിജയം നേടിയവർ ആയിക്കൊള്ളണമെന്നില്ല. അതേസമയം അവരുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരനോടുള്ള ഭക്തി അത് നിറഞ്ഞ് ഇരിക്കുന്നതാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും അന്തർമുഖ വൃത്തികളും ഈശ്വര ചിന്തയും അത് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ദേവിക്ക് അന്തർമുഖ ജനാനന്ദ ഫലദായി നമോ നമഃ എന്ന് ശ്രീ ലളിത അഷ്ടോത്തരിയിൽ ദേവിയെ സ്തുതിക്കുന്നത്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ലളിതാ സഹസ്രനാമവും ദേവിയെ സ്തുതിക്കുന്നു. അപ്പോൾ സാധകരുടെ ജീവിതചര്യകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവർ തുക്കാറാമിനെ പോലത്തെ ഭക്തരാവട്ടെ, അവരെ ഒരു പാടത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിയമിച്ചു. അദ്ദേഹം അവിടെ പോയിരുന്നപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് കണ്ടു. എല്ലാ ബീജങ്ങളും ഒരേ സമയത്ത് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ സൃഷ്ടിയെ കണ്ടപ്പോൾ ആ സ്രഷ്ടാവിനെ ഓർമ്മയ്ക്ക് വന്നു. ഒരു ബീജത്തിൽ നിന്ന് അനേകായിരം ചെടികൾ വന്നു എന്ന് അദ്ദേഹം അഭംഗം പാടി തന്നെ മറന്നു. അപ്പോഴേക്കും കന്നുകാലികളൊക്കെ അത് കഴിച്ചു എന്നും അദ്ദേഹത്തിന് വ്യാവഹാരികമായിട്ട് കുറേ വിഷമങ്ങളുണ്ടായെന്നും പിന്നീട് പണ്ഡരീനാഥൻ തന്നെ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ അനുഗ്രഹിച്ചു എന്നുമൊക്കെ കഥയുണ്ട്. അപ്പോൾ അന്തർമുഖ വൃത്തിയിലാണ് ഈ സൃഷ്ടിയെ കാണുമ്പോൾ സൃഷ്ടാവിനെയാണ് ഒരു ഭക്തൻ ഓർക്കുന്നത്. അദ്വൈത സാധകന്മാരാണെങ്കിൽ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി എന്ന് പറയുന്ന സ്വാമി ഉണ്ടായിരുന്നു. ശൃംഗേരി മഠത്തിൻ്റെ പീഠാധിപതിയായിരുന്നു. അദ്ദേഹം 10 കൊല്ലത്തോളം അത്യാശ്രമി എന്നൊക്കെ ആധ്യാത്മിക പരിഭാഷയിൽ പറയും, ഒരു അവധൂത വൃത്തിയിൽ ഏർപ്പെട്ടു. അത് അദ്ദേഹത്തിന് സ്വഭാവമായിട്ടുണ്ടായി. അദ്ദേഹം പുറത്ത് മഠത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഭരണം സംബന്ധിച്ചിട്ടുള്ള ഒന്നും ചെയ്യാണ്ടയായി. അദ്ദേഹം ഏകാന്തനായിട്ട് ഒരു മുറിയിൽ ചെന്നിരിക്കും. താടിയും മുടിയൊക്കെ നീട്ടി എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങി. രാവിലെ ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവയ്ക്കും. അത് വൈകുന്നേരം അതുപോലെ ഉണ്ടാവും. ആ വൈകുന്നേരം ആ പാൽ മാറ്റി വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ പോയി നോക്കിയാൽ ആ പാൽ അങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇങ്ങനെ എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഉണ്ടായി. 10 കൊല്ലത്തോളം അദ്ദേഹം വ്യവഹാരങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ ഇരുന്നു. ഇങ്ങനെ ഈ ബ്രഹ്മാകാര വൃത്തി അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ചുള്ള ചിന്ത, അതുപോലെ
അന്തർമുഖവൃത്തി, ഇതാണ് നന്നായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. അമ്മ എപ്പോഴും പറയും, പുറത്ത് ശരീരം പ്രവർത്തിക്കുകയും മനസ്സ് നിശ്ചലമാവുകയും ചെയ്യണം എന്നാണ് അമ്മ പറയാറുള്ളത്. ഇന്ന് ഉള്ളവർക്കാണെങ്കിൽ പുറത്തുള്ള വ്യവഹാരങ്ങൾ കൈകാലം കൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ കുറഞ്ഞു, പക്ഷേ മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതല്ല വേണ്ടത്. തിരിച്ച് ശുദ്ധമായ അന്തർമുഖ വൃത്തികളാണ് വേണ്ടത്. അങ്ങനത്തെ ഈശ്വരോന്മുഖമായ, ഉള്ളിലത്തെ ഭക്തി കൊണ്ട് നിറഞ്ഞ, ബ്രഹ്മചിന്തനം കൊണ്ട് നിറഞ്ഞ, ആത്മവിചാരം കൊണ്ട് നിറഞ്ഞ അന്തർമുഖ വൃത്തിയിൽ സംതൃപ്തയാണ് ദേവി. അങ്ങനെ ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തിവിക്രമഹർഷിത എന്നുള്ളത് ഈ വൃത്തിയിൽ ദേവി വളരെ സംപ്രീതയാണ്, ഹർഷിതയാണ്, സന്തുഷ്ടയാണ്. അങ്ങനത്തെ അന്തർമുഖ വൃത്തികളാണ് നമുക്കും വേണ്ടത് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.